ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്നത്തെ നമ്മുടെ റെസിപ്പി പെട്ടെന്ന് വീട്ടിലുള്ള 2-3 ഐറ്റം കൊണ്ട് ചോറിനൊപ്പം കഴിക്കാൻ പറ്റിയ നല്ലൊരു ഒഴിച്ചുകറിയുടേതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. അതിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് ഒരു 2 മുരിങ്ങക്കായ, ഒരു ഉരുളക്കിഴങ്ങ്, ഒരു പഴുത്ത തക്കാളി, ഒരു 4 പച്ചമുളക്, ഒരു 3 വെള്ളുള്ളി അല്ലി, അരമുറി നാളികേരം ചിരവിയതാണ്. ഇനി അതിലേക്ക് ഒരു നെല്ലിക്ക വലിപ്പത്തിലുള്ള വാളം പുളി പിഴിയാൻ വേണ്ടി വെള്ളത്തിട്ട് വെച്ചിട്ടുണ്ട്. ഒരു പാത്രം അടുപ്പിലേക്ക് വെച്ച് അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിക്കുക. അതിൽ മുരിങ്ങക്കായും കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങും ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ കിഴങ്ങ് ഈ വലിപ്പത്തിലാണ് കട്ട് ചെയ്തിരിക്കുന്നത്. ഇനി നമ്മൾ ഫ്ലെയിം ഓൺ ആക്കി കൊടുത്തു. എന്നതിന് ശേഷം ആ പച്ചമുളക് കീറിയത് അതിലേക്ക് ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1/2 സ്പൂൺ മുളക് പൊടി. എരിവിന് ആ മുളക് പൊടിയും പച്ചമുളകാണ്. എരിവ് കൂടുതൽ വേണ്ടവർക്ക് കുറച്ചുകൂടി മുളക് പൊടി ചേർക്കാവുന്നതാണ്. ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യുക. എന്നതിന് ശേഷം ഒരു 5 മിനിറ്റ് നമുക്കൊന്ന് അടച്ച് വെച്ച് തിളപ്പിച്ചെടുക്കണം. അത് 5 മിനിറ്റ് ആകുമ്പോഴേക്കും നമ്മൾക്ക് ഈ തേങ്ങ ഒന്ന് മിക്സിയുടെ ജാറിലിട്ട് അരച്ച് എടുക്കാനുണ്ട്. അപ്പോൾ മിക്സിയുടെ ജാറിലേക്ക് തേങ്ങ ഇട്ട് കൊടുത്തു. കൂടെ തന്നെ ആ വെള്ളുള്ളി കൂടി ചേർത്ത് കൊടുത്തു. ഒരു 1/4 സ്പൂൺ ചെറിയ ജീരകം ചേർത്ത് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കുക. അപ്പോൾ ഇതേപോലെ വെള്ളുള്ളി ചേർത്ത് കറി വയ്ക്കാത്തവർ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ലൊരു ടേസ്റ്റാണ് ചോറിൻ്റെ കൂടെ ഒഴിച്ച് കഴിക്കാൻ. ഇതേപോലെ നമ്മൾ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. 5 മിനിറ്റ് കഴിഞ്ഞ് അതാ തുറന്ന് നോക്കുന്ന സമയത്ത് നമുക്ക് കാണാൻ പറ്റും മുരിങ്ങക്കായ ഒന്നും ശരിക്കും അങ്ങനെ വെന്തിട്ടില്ല. കിഴങ്ങുന്ന ഒരു 3/4 വേവായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വീട്ടിലുള്ള 2 മുരിങ്ങക്കായൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റും. പിന്നെ ആ തക്കാളി കട്ട് ചെയ്ത് ചേർത്തു. കൂടെ ഉപ്പും കുറച്ച് ചേർത്തിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ആ പുളി പിഴിഞ്ഞ വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. എന്നതിന് ശേഷം നമ്മളൊരു 3 മിനിറ്റ് കൂടി അടച്ചു വയ്ക്കണം. 3 മിനിറ്റ് കൂടി കഴിഞ്ഞ് നോക്കുമ്പോൾ നമ്മൾക്ക് തക്കാളിയെല്ലാം ഒരുവിധം വെന്തിട്ടുണ്ട്. അപ്പോൾ ഉരുളക്കിഴങ്ങും മുരിങ്ങക്കായ നല്ലതുപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾക്ക് അരപ്പായിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ എന്തായാലും ഇതേപോലെ കറി വയ്ക്കാത്തവർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ലൊരു രുചിയാണ്. മുരിങ്ങക്കായൻ്റെയും തക്കാളിൻ്റെയും കൂടെ കറി വയ്ക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. അരപ്പ് ചേർത്തു. മിക്സിയുടെ ജാറ് കഴുകി കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുത്തു. ഇനി നമുക്ക് കറിക്ക് ആവശ്യമായ പരുവത്തിൽ അല്പം കൂടി ഒന്ന് വെള്ളം ഒഴിച്ച് ഇതൊന്ന് യൂസാക്കി എടുക്കാനുണ്ട്. എന്നിട്ട് നമ്മൾക്കിത് 2-3 മിനിറ്റും കൂടി ഒന്ന് നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ ഞാനത് മിക്സിയുടെ ജാറ് കഴുകിയ കുറച്ചുകൂടി വെള്ളം ഉണ്ട്, അത് ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ കറി ഇതേമാതിരി തിക്കിലാണ് ഇരിക്കുന്നത്. അതുകൂടി ഒഴിച്ചു കൊടുക്കുമ്പോൾ കറക്റ്റ് ആവും. അപ്പോൾ നമുക്ക് ഇതിലേക്ക് കുറച്ചുകൂടി വെള്ളം ആവശ്യം വരും. കാരണം നമ്മളത് ഒഴിച്ചു കറിയാണല്ലോ. കാരണം ഇതൊന്ന് തിളച്ച് വരുമ്പോൾ കുറുകി ഒന്ന് വന്നോളൂ. ഒരു 2 സ്പൂൺ കൂടി വെള്ളം ഒഴിച്ചു നല്ലപോലെ തിളപ്പിച്ചെടുക്കുക. അതായത് ഒരു 3 മിനിറ്റോളം ഒന്ന് തിളപ്പിച്ച തേങ്ങയെല്ലാം ശരിക്കും ഒന്ന് വെന്ത് അതിലേക്ക് പിടിക്കട്ടെ. പോരാത്ത ഉപ്പ് ഞാനിതപ്പോൾ ചേർത്ത് കൊടുത്തു. അപ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. ഇതേപോലെ എന്തായാലും ഉണ്ടാക്കി നോക്കുക. അപ്പോൾ നമ്മൾ ആ മുരിങ്ങക്കായ ചേർത്തത് കൊണ്ട് തന്നെ തക്കാളിയും മുരിങ്ങക്കായും കറിക്ക് ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ നമ്മുടെ വീട്ടിലൊക്കെ ഒരു 2 മുരിങ്ങക്കായൊക്കെ 2 ദിവസം മുന്നേ വാങ്ങി വെച്ചൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്നൊരു കറിയില്ലാത്ത സമയത്ത് ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഞാൻ അതിൻ്റെ ഫ്ലെയിം ഓഫാക്കി. ഇനി നമുക്ക് അതിലേക്ക് വേണ്ട നല്ലൊരു വറവാണ്. അപ്പോൾ നമ്മൾ പെട്ടെന്ന് ഉണ്ടാക്കുന്ന കറിക്ക് നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ ഒരു ഫ്രൈ പാൻ അടുപ്പത്ത് വെച്ചു. അതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. വെളിച്ചെണ്ണ തന്നെ ഒഴിച്ചു കൊടുക്കുക. എണ്ണ ചൂടായി വരുന്ന സമയത്ത് ഒരു 1/4 സ്പൂണിലധികം കടുകും ഒരു 4 വറ്റൽമുളകും പൊട്ടിച്ച് അതിലേക്ക് ഇട്ട് കൊടുക്കുക. വറ്റൽമുളക് ഒന്ന് മൊരിഞ്ഞ് വരുന്ന സമയത്ത് ഒരു 1/4 സ്പൂണ് മുളക് പൊടി ഒരു കളറിന് വേണ്ടി ഇടുക. എന്നിട്ട് ആ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഒഴിച്ചു കൊടുത്തുകൊണ്ട് നമ്മളത് ഇളക്കേണ്ട, ഒന്ന് അടച്ച് വെക്കുക. ഒരു 5 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം മാത്രം നമ്മളിത് ഇളക്കി ഉപയോഗിച്ചാൽ മതി. 5 മിനിറ്റ് കഴിഞ്ഞു നമ്മൾ അടിപൊളി കറി ഇവിടെ മുരിങ്ങക്കായ തക്കാളി ഉരുളക്കിഴങ്ങ് സെറ്റായി വന്നിട്ടുണ്ട്. പരിപ്പൊന്നും ഇല്ലാതെ തന്നെ നല്ല സൂപ്പർ കറിയാണ്. എന്തായാലും നിങ്ങൾ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. പിന്നെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ചോറിൻ്റെ കൂടെ ഈ ഒരു മുരിങ്ങക്കായ കറിയും കൂടെ ഒരു ഓംലേറ്റ് ഉണ്ടെങ്കിൽ സൂപ്പറാവും. വീണ്ടും നല്ലൊരു വീഡിയോയുമായിട്ട് കാണാം. താങ്ക്